எதுக்குடா இங்க வந்த? ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் പ്രക്രിയ ഉപകരണം കത്രിക വയറ്റിൽ മറന്നു വെച്ച് 5 വർഷം ദുരിത ജീവിതം അനുഭവിക്കേണ്ടി വന്ന ഉഷ ജോസഫിന്റെ അവസ്ഥ ഇത് ഏത് നിലയിൽ കാണണം? സർക്കാർ ആശുപത്രിയിലേക്ക് വരുന്നത് ആരാണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഇപ്പോൾ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 30-ന്റെയും 35 ലക്ഷത്തിൻ്റെയും ഇടയിൽ കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്. അതായത് നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നടപ്പിലാക്കുന്ന ആയുഷ്മാൻ ഭാരത് കാരുണ്യ പദ്ധതി 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ഇൻഷുറൻസ്. ഇതിന് ഈ ആനുകൂല്യം കൈപ്പറ്റുന്ന ആളുകളാണ് പ്രധാനമായും സർക്കാർ ആശുപത്രിയിലേക്ക് വരുന്നത്. വളരെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് കാര്യമായി ബഹുഭൂരിപക്ഷവും സർക്കാർ ആശുപത്രിയെ സമീപിക്കുന്ന ആളുകൾ. മനസ്സിലാക്കേണ്ടത് നമ്മൾ ഡോക്ടർമാരെ കുറ്റം പറഞ്ഞ് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടർ സംസാരിച്ചത് ലേശം ഇൻസെൻസിറ്റീവായി പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ സ്റ്റാഫ് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഇത് 30-35 വർഷമായി ഞാൻ കേൾക്കുന്നതാണ്. അതിൻ്റെ മുന്നത്തെ കഥ എന്നേക്കാൾ പ്രായമുള്ളവർക്ക് അറിയാം. ഇങ്ങനെ ഒരു ഉടക്ക് കിടക്കുന്നത് ഞാൻ അറിഞ്ഞു. അതുപോലെ ഹോസ്പിറ്റലിലെ മറ്റ് സൗകര്യങ്ങൾ അത് കമ്മിയാണ്. ഈ അവിടുന്ന് ഒരു എക്സ്റേ എടുത്ത് കിട്ടാൻ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ പുറമെ ആശ്രയിക്കണം. ഇപ്പം ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്കാനിങ് വേണം, എക്സ്റേ വേണം, മരുന്ന് വേണം, ഡോക്ടർമാർ വേണം, സ്റ്റാഫ് വേണം. ഇതെല്ലാം ക്യൂ നിൽക്കണം, എല്ലാത്തിനും ക്യൂ നിൽക്കണം, എല്ലാത്തിനും കാത്തു നിൽക്കണം എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ. പിന്നെ കെട്ടിടവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളുടെ പ്രോബ്ലം, ഇതൊക്കെ 30-35 വർഷമായി നമ്മൾ കേൾക്കുന്നു. പൊതു ആരോഗ്യ രംഗത്തെ വിഷയങ്ങൾ, പോരായ്മകൾ പരിഹരിക്കണം. അത് ചോദിക്കുന്ന സമയത്ത് അത് ചോദിക്കുന്നവനെ കേരളത്തിന്റെ ശത്രുവായി കാണരുത്. അതാണ് ഇവിടുത്തെ ഒരു പ്രോബ്ലം. അതാണ് ഇവരോട് ഇത് പറഞ്ഞാൽ ഇവർ ഉടനെ നമ്മളെ കേരളത്തിന്റെ ശത്രുവായി കാണും. അങ്ങനെയല്ല ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. ഈ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട് പരിഹരിക്കാനുള്ള മനസ്സുണ്ടായാൽ കുറേയൊക്കെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ആ മനസ്സില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഹർഷിനയ്ക്ക് പരാതിയുമായി നടക്കേണ്ടി വരുന്നത്. കേരളത്തിന്റെ അനുഭവങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏത് സ്ഥലത്തിന്റെ മട്ടുപ്പാവിന് കീഴിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുകൂടെ ആലോചിക്കണം. നമ്മളുടെ മുമ്പിൽ മെഡിക്കൽ കോളേജുകൾ, ജനറൽ ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, അതിന്റെ താഴെ താലൂക്ക് ആശുപത്രികൾ, പിന്നീട് FHSC, CHSC, PHSC മുതൽ നീണ്ടു നിൽക്കുന്ന ഈ ടയർ സിസ്റ്റമാണ് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിനുള്ളത്. ഈ ടയർ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ അനുഭവങ്ങളിൽ, ഞാൻ BJP പ്രതിനിധിക്ക് രാഷ്ട്രീയമായി മറുപടി ഒന്നും പറയാൻ പോകുന്നില്ല. ഇന്ത്യയുടെ അനുഭവങ്ങളിൽ ഈ സിസ്റ്റം ആകെ ഇന്ത്യയിലെ ഏറ്റവും മോശമാണോ, ഏറ്റവും മികച്ചതാണോ? ഇപ്പം ഉണ്ടായിട്ടുള്ള ഈ കാര്യങ്ങളെ കൂടെ അങ്ങ് അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങളെ കൂടെ മുൻനിർത്തി തന്നെയാണ് ഞാൻ തിരികെ ചോദിക്കുന്നത്. കേരളത്തിന്റെ മെഡിക്കൽ കോളേജുകളിൽ പ്രതിവർഷം ഉണ്ടായി പോകുന്ന IPOP നിരക്ക് എത്രയാണ്? 11,29,1897 രോഗികളാണ് കേരളത്തിന്റെ സർക്കാർ ആശുപത്രികൾ പ്രതിവർഷം സന്ദർശിച്ച് മടക്കുന്നത്. 11 കോടി. അതിനുശേഷം സർജറിയുടെ കണക്കെടുത്താലോ? ഇത്തരം ഒരു കാര്യങ്ങൾ ആരോഗ്യരംഗം പേഷ്യന്റ് ലോഡ് വളരെ കൂടുതലാണ്. അതിനനുസരിച്ച് മനുഷ്യ വിഭവശേഷി ഉണ്ടോ, സംവിധാനങ്ങൾ ഉണ്ടോ, അവർക്ക് ജോലി ഭാരം എത്രയാണ്? ഇതാണല്ലോ പ്രശ്നം. നിനക്ക് നാണമുണ്ടോ? ഡ്യൂട്ടി ഓഫ് ദ ഗവൺമെന്റ് ഇസ് നോട്ട് ടു ബിസിനസ് എന്ന് പറഞ്ഞ 2 ലോക നേതാക്കന്മാരെ അറിയാം. ഒന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, 2 അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്. അതേ വാചകം 24 മണിക്കൂർ മുമ്പ് കേരളത്തിൽ പറഞ്ഞൊരു നേതാവുണ്ട്. അത് ബഹുമാന്യനായ ഡോക്ടർ പങ്കുവെച്ച മുൻ മുഖ്യമന്ത്രി അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണിയുടെ ഇപ്പോഴത്തെ കേരളീയ പ്രതീകമായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ഇന്ത്യയിൽ കേരളമല്ലാതെ നിങ്ങൾക്കൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? ഒറ്റക്കാരിയോടെ പറയാൻ അങ്ങനെ അനുവദിക്കണം. ഇന്ത്യയിൽ കേരളമല്ലാതെ നിങ്ങൾക്കൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? ഓൾട്ടർനേറ്റീവ് ബദൽ ഉണ്ടെങ്കിൽ ആ ബദലിന്റെ ജീവിക്കുന്ന ഉദാഹരണം, ജീവിക്കുന്ന തെളിവ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യ രംഗമാണ്, കേരളമാണ്. അത് പറയുന്നത് ആരാണ്? എന്നെക്കാളും ആങ്കറേക്കാളും ഒക്കെ ഈ മേഖലയിൽ മികവാർന്ന ഉദാഹരണങ്ങളായിട്ടുള്ള ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ഉൾപ്പെടെയുള്ള ആളുകൾ കാനഡയിലും US-ലും UK-ലും ഒക്കെ, അല്ലെങ്കിൽ ഈ പാനലിൽ ഇരിക്കുന്ന ഡോക്ടർമാർ അഭിപ്രായ വ്യത്യാസം പറയട്ടെ. പ്രധാനപ്പെട്ട ഒരു ഫിസിഷ്യനെ കാണെങ്കിൽ, ഒരു അറ്റാക്ക് വന്നാൽ എത്രയും വേഗം ഒരു ഡോക്ടറെ കാണെങ്കിൽ US-ലോ UK-ലോ കാനഡയിലോ കേരളത്തിലെ അനുഭവം എന്താണ്? അപ്പൊ നമുക്കൊന്ന് താരതമ്യം ചെയ്യണ്ടേ? ഞാൻ ഒറ്റ മാസം കൂടെ പറയാൻ എങ്ങനെ അനുവദിക്കണം? ഒറ്റ മാസം കൂടെ നമ്മൾ കാണേണ്ടത് ആ ആരോഗ്യ രംഗത്ത് നിന്ന് ഇപ്പൊ കേരളം എവിടെ എത്തിയിരിക്കുന്നു? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. പറഞ്ഞനുസരിച്ചാണെന്നെങ്കിൽ അമേരിക്കയിലേക്ക് നല്ല ബെസ്റ്റ് സിസ്റ്റമാണ്. പിന്നെ എന്തിനാണ് ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെ ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പോകുന്നത്? ഇവിടെയാണ് ഏറ്റവും നല്ല ഫെസിലിറ്റി ലഭിക്കുന്നതെങ്കിൽ
അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് കൂടുതൽ ഉയർന്ന സംവിധാനങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കണം. ഓരോ രാജ്യങ്ങളിലും പിന്നെ കൺസൾട്ടേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് അവരുടേതായ പ്രൊസീജിയറുണ്ട്. ഉടനെ താരതമ്യം കൊണ്ടുവരുവാണ് അമേരിക്കയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കാളുമൊക്കെ മികച്ചൊരു ഹെൽത്ത് സിസ്റ്റം ഇവിടെയാണ് എന്ന് പറയുകയും അതേസമയത്ത് തങ്ങളുടെ നേതാക്കന്മാർക്കുൾപ്പെടെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇവിടെ ചികിത്സിക്കാതെ നേരെ അവർ വിദേശ രാജ്യങ്ങളിലേക്ക് മയോ ക്ലിനിക്കിലേക്ക് ഓടുന്നതിൻ്റെ സാങ്കത്യം എന്താണ് ജയിക്ക്? നിങ്ങൾക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്താൽ പോരെ? ശരി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമുക്ക് ചികിത്സ കൊടുക്കാം. കണക്കിന് ആളുകൾ ചികിത്സ തേടുന്ന സംവിധാനമാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ. സ്വകാര്യ മെഡിക്കൽ സിസ്റ്റം ഇവിടെ വളരെ ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ച്, അത്താഴപ്പട്ടിണിക്കാരനെ സംബന്ധിച്ച് അവന് ആശ്രയം എന്ന് പറയുന്നത് ചികിത്സാ ചെലവ് സ്വകാര്യ മേഖലയിൽ താങ്ങാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഈ സർക്കാർ ആശുപത്രികളാണ്. ഇൻഷുറൻസിന്റെ സംവിധാനങ്ങളൊന്നും എല്ലാ ആളുകളിലേക്ക് എത്തിയിട്ടില്ലല്ലോ. സർക്കാർ ഇൻഷുറൻസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പോൾ എങ്ങനെ സിസ്റ്റം കറക്റ്റ് ചെയ്യാം? ഈ സിസ്റ്റം അങ്ങോട്ട് തകർന്ന് തരിപ്പണമായി പോകണം എന്നുള്ളതിനപ്പുറത്ത് സിസ്റ്റം എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതിന് വേണ്ട ഊന്നൽ കിട്ടാൻ ആരാ ചിന്തിക്കേണ്ടത്? ഞാനും നിങ്ങളുമാണോ ചിന്തിക്കേണ്ടത്? ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരല്ലേ ചിന്തിക്കേണ്ടത്? അതിന് ഇവർക്ക് ഇതിൽ വിശ്വാസമുണ്ടോ? 2000-2001 കാലഘട്ടത്തിൽ അച്യുതാനന്ദന് അസുഖം വന്നപ്പോൾ ഇംഗ്ലണ്ടിലാണ് പോയത്. അന്ന് അദ്ദേഹം പറഞ്ഞെന്താ, എൻ്റെ തടി ഇവിടെ കൊടുക്കാൻ എനിക്ക് ധൈര്യം പോരാന്ന്. 2022 ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഹൂസ്റ്റണിലാണ് പോയത്. പിണറായി വിജയൻ മായോ ക്ലിനിക്കിലാണ് പോയത്. അപ്പോൾ ഇവർക്ക് തന്നെ വിശ്വാസമുണ്ടോ? ഇവർക്ക് തന്നെ ഇതിൽ വിശ്വാസമില്ല. നമുക്കിതിൽ വിശ്വാസമാണ്. എനിക്ക് അസുഖം വന്നാൽ ഞാൻ ഇവിടെ പോകുള്ളൂ, എന്നെക്കൊണ്ട് അത്രേ കൂട്ടിയാൽ കൂടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ആദ്യം ഇതിലൊക്കെ വിശ്വസിക്കുക. സാധാരണക്കാരന് ഇതിൽ വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസത്തെ രക്ഷിക്കാൻ ഇവിടെ കുറേ മാറ്റങ്ങൾ വരണം. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരണം. സ്റ്റാഫ് വേണം, മറ്റ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ഇതേ പറയുന്നുള്ളൂ. ഇത് പറയുമ്പോൾ അങ്ങ് അമേരിക്കത്തെ കാര്യവും നരേന്ദ്രമോദിയുടെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ബീഹാറിനോട് മത്സരിച്ച് ജയിച്ചാൽ നിങ്ങൾ ഭയങ്കരന്മാരാവുക എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ അങ്ങനെ വിചാരിച്ചോളി. നിങ്ങൾ ബീഹാറിനോട് മത്സരിച്ച് ജയിച്ചിട്ട് നിങ്ങൾ ഭയങ്കരന്മാരാണ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഒന്നും പറയാനില്ല. പക്ഷെ അതൊന്നും അല്ല യാഥാർത്ഥ്യം. അപ്പോൾ കേരളത്തിൻ്റെ പൊതു ആരോഗ്യ രംഗം കുറേ വെല്ലുവിളികളെ നേരിടുന്നുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലവിലുള്ള പരിശ്രമങ്ങൾ പര്യാപ്തമല്ല. അതുകൊണ്ട് അത് പര്യാപ്തമായ രീതിയിൽ നടത്തണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പറയുന്നതിന് നിങ്ങൾ അമേരിക്കയിലേക്കും മോഡിയുടെ അടുത്തേക്കും ആന്റണിയുടെ അടുത്തേക്കും ഒന്നും പോകണ്ട. അത്രയ്ക്കൊന്നും ദൂരം പോകണ്ട. നിങ്ങൾ ഇതിലും ഭേദം അവൻ അങ്ങനെ ഇട്ട് കണ്ട് തരുന്നതായിരുന്നു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. Yeah.